ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ദുരന്ത നിവാരണം, പരമ്പരാഗത വൈദ്യശാസ്ത്രം എന്നിവയിലെ ബിംസ്റ്റെക് മികവിന്റെ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളുടെ വികസനത്തിനായുള്ള വൈബ്രന്റ് വില്ലേജസ് പരിപാടിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ലക്നൌവിനെതിരെ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ദുരന്ത നിവാരണം, സുസ്ഥിര സമുദ്ര ഗതാഗതം, പരമ്പരാഗത വൈദ്യശാസ്ത്രം, കാർഷിക ഗവേഷണം എന്നീ മേഖലകളിൽ ഇന്ത്യയിൽ ബിംസ്റ്റെക് മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാങ്കോക്കിൽ നടന്ന 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. IT മേഖലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും ബിംസ്റ്റെക്കിനെ സാങ്കേതികമായി കൂടുതൽ ശക്തമാക്കാനും ശ്രീ മോദി ആഹ്വാനം ചെയ്തു. ബിംസ്റ്റെക് സഹകരണത്തിനായി 21 കർമ്മ പദ്ധതി പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു. ഇന്ത്യയിൽ ദുരന്ത നിവാരണത്തിനായുള്ള ബിംസ്റ്റെക് സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ബോധേ പദ്ധതിയിലൂടെ ബിംസ്റ്റെക് രാജ്യങ്ങളിൽ നിന്നുള്ള 300 യുവാക്കൾക്ക് എല്ലാ വർഷവും ഇന്ത്യയിൽ പരിശീലനം നൽകും. ബിംസ്റ്റെക് സമുദ്ര ഗതാഗത കരാർ ഒപ്പുവച്ചതിനെയും ബിംസ്റ്റെക് ബാങ്കോക്ക് വിഷൻ 2030 അംഗീകരിച്ചതിനെയും പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. തായ്ലൻഡിൽ നടക്കുന്ന ബിംസ്റ്റെക് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാഷ്ട്ര നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി. ഇന്ന് നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി നേപ്പാളുമായുള്ള ബന്ധത്തിന് ഇന്ത്യ വളരെയധികം മുൻഗണന നൽകുന്നതായി അറിയിച്ചു. ഊർജ്ജം, കണക്ടിവിറ്റി, സംസ്കാരം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി ബംഗ്ലാദേശുമായി ക്രിയാത്മകവും ജനകേന്ദ്രീകൃതവുമായ ബന്ധത്തിന് ഇന്ത്യ ഇപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയിലും ക്ഷേമത്തിലുമുള്ള ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. മ്യാൻമർ സീനിയർ ജനറലുമായുള്ള കൂടിക്കാഴ്ചയിൽ അടുത്തിടെയുണ്ടായ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ മ്യാൻമറിലെ ജനങ്ങളെ സഹായിക്കാൻ സാധ്യമായതെല്ലാം ഇന്ത്യ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജനുവരി 31 സമ്മേളനം ആരംഭിച്ചത്. ബജറ്റ് സമ്മേളനത്തിൽ സഭ 118% ഉൽപാദനക്ഷമത കൈവരിച്ചതായി ലോക്സഭയിൽ നടത്തിയ സമാപന പ്രസംഗത്തിൽ സ്പീക്കർ ഓം ബിർല അറിയിച്ചു. हम 18वीं लोकसभा के चौथे सत्र की समाप्ति की ओर बढ़ रहे हैं. ये सत्र 31 जनवरी 2025 को प्रारंभ हुआ था. इस सत्र में हमने 26 बैठकें की तथा कुल उत्पादकता 118% से अधिक रही. सत्र के दौरान 10 सरकारी विधेयक पूर्व स्थापित किए गए. वक्फ संशोधन विधेयक सहित 16 विधेयक पारित किए गए. ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് വിവിധ വിഷയങ്ങൾ ഉയർത്തി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഇരുസഭകളിലും ശക്തമായ പ്രതിഷേധമുയർത്തി. ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ പകരം തീരുവ വിഷയത്തിലും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. രാജ്യസഭ ഈ സമ്മേളന കാലയളവിൽ 119% ഉൽപാദനക്ഷമതയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി ചെയർമാൻ ജഗ്ദീപ് ധൻകർ സമാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ സമ്മേളന കാലയളവിൽ ലോക്സഭ 16 ബില്ലുകളും രാജ്യസഭ 14 ബില്ലുകളും പാസാക്കി. വഖഫ് ഭേദഗതി ബിൽ 2025 പാർലമെന്റ് പാസാക്കി. രാജ്യസഭയിൽ ഇന്നലെ അവതരിപ്പിച്ച ബിൽ ചർച്ചയ്ക്ക് ശേഷം ഇന്ന് പുലർച്ചെയാണ് പാസാക്കിയത്. 128 അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചപ്പോൾ 95 MPമാർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തി. ലോക്സഭ കഴിഞ്ഞ ദിവസം ബിൽ പാസാക്കിയിരുന്നു. രാഷ്ട്രപതി കൂടി അംഗീകരിക്കുന്നതോടെ ബിൽ നിയമമായി മാറും. 1923 മുസൽമാൻ വഖഫ് നിയമം റദ്ദാക്കുന്ന ബില്ലിനും പാർലമെന്റ് അംഗീകാരം നൽകി. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലും മുസൽമാൻ വഖഫ് റദ്ദാക്കൽ ബില്ലും സാമൂഹിക സാമ്പത്തിക നീതി, സുതാര്യത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്നിവ ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചർച്ചകളിൽ പങ്കെടുക്കുകയും നിയമനിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിൽ സംഭാവന നൽകുകയും ചെയ്ത എല്ലാ പാർലമെന്റ് അംഗങ്ങൾക്കും അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ നന്ദി പറഞ്ഞു.
3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ശ്രീലങ്കയിലെത്തും. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകയുടെ ക്ഷണപ്രകാരം ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം. കഴിഞ്ഞ ഡിസംബറിൽ പ്രസിഡന്റ് ദിസനായക നടത്തിയ ഇന്ത്യ സന്ദർശനത്തിന്റെ വിജയകരമായ തുടർച്ചയാണ് ഈ സന്ദർശനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീലങ്കൻ സന്ദർശനവേളയിൽ സാംപൂർ സൌരോർജ്ജ പദ്ധതി ഉൾപ്പെടെ ഇന്ത്യയുടെ പിന്തുണയോടെയുള്ള നിരവധി സംരംഭങ്ങൾക്ക് തുടക്കമാകും. ആരോഗ്യം, ഡിജിറ്റലൈസേഷൻ, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണ കരാറുകളിലും ഒപ്പുവച്ചേക്കും. റെയിൽവേ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യപ്പെടും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മാർച്ച് 28 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $6.6 ബില്യൺ വർദ്ധിച്ച് $665.4 ബില്യൺ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പ്രതിവാര കണക്കുകൾ പ്രകാരം കഴിഞ്ഞയാഴ്ചയിൽ കരുതൽ ശേഖരത്തിന്റെ ഒരു പ്രധാന ഘടകമായ വിദേശ കറൻസി ആസ്തികൾ $6.15 ബില്യൺ വർദ്ധിച്ച് $565 ബില്യൺ മായി. 18,658 കോടി രൂപയുടെ 4 റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. ഇതോടെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിലേക്ക് 1,247 കിലോമീറ്ററോളം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 100% കേന്ദ്ര ധനസഹായത്തോടെയുള്ള 6,839 കോടി രൂപയുടെ രണ്ടാം വൈബ്രന്റ് വില്ലേജസ് പരിപാടിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. അന്താരാഷ്ട്ര അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിന് ഈ പരിപാടി സഹായകമാകുമെന്ന് ശ്രീ വൈഷ്ണവ് പറഞ്ഞു. इंडो चाइना बॉर्डर पे 2023 में फर्स्ट फेज हुआ था कवर और आज सेकेंड फेज कवर हुआ, जिसमें 6,839 करोड़ रुपीस से और नए प्रोजेक्ट्स ऐड हुए. अब उसके अलावा जितने भी प्रोजेक्ट्स हैं, बाकी जितने भी एरियाज हैं, गुजरात के, राजस्थान के, पंजाब के और इधर बांग्लादेश से रिलेटेड बॉर्डर एरिया, मिजोरम, म्यांमार से रिलेटेड एरिया, इन सब को कवर करके एक सेकेंड फेज इसका चालू किया है. 2 ദിവസത്തെ സന്ദർശനത്തിനായി ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് ഫോണ്ട് ഇന്ന് ബംഗളൂരുവിലെത്തി. കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു അദ്ദേഹത്തെ സ്വീകരിച്ചു. സന്ദർശനവേളയിൽ ചിലി പ്രസിഡന്റ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തും. ഗവർണർ തവാചന്ദ് ഗെലോട്ടിനെയും അദ്ദേഹം സന്ദർശിക്കും. ചിലി പ്രസിഡന്റ് നാളെ മടങ്ങും. ഝാർഖണ്ഡിലെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി അഴിമതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലായി 21 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികളെന്ന് സംശയിക്കുന്ന കൺസൾട്ടന്റുമാർ, അനുബന്ധ സ്ഥാപനങ്ങളുടെ മുൻ എക്സിക്യൂട്ടീവുകൾ, ഉദ്യോഗസ്ഥർ, ഝാർഖണ്ഡ് സംസ്ഥാന ആരോഗ്യ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കൺസൾട്ടന്റുമാർ എന്നിവരുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത്. വിഷുവിന് മുന്നോടിയായി 1 ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ച് കേരള സർക്കാർ. ഏപ്രിൽ മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ വിതരണത്തിനായി 820 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ അടുത്തയാഴ്ച ലഭിച്ചു തുടങ്ങും. വിഷുവിന് മുൻപ് മുഴുവൻ പേർക്കും പെൻഷൻ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ലക്നൌ ഏകാന സ്റ്റേഡിയത്തിലാണ് മത്സരം. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. US ഉൽപ്പന്നങ്ങൾക്ക് മേൽ 34% അധിക തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച ചൈന. ചില അപൂർവ ധാതുസമ്പത്തിന്റെ കയറ്റുമതിയിൽ ചൈന നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുകയും ലോക വ്യാപാര സംഘടനയിൽ പരാതി നൽകുകയും ചെയ്തു. അമേരിക്ക ഉയർന്ന തീരുവ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ചൈനയുടെ നടപടി. പ്രശസ്ത ചലച്ചിത്ര നടൻ രവികുമാർ അന്തരിച്ചു. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ചെന്നൈയിലാണ് അന്ത്യം. 71 വയസ്സായിരുന്നു. 70കളിലെയും 80കളിലെയും ശ്രദ്ധേയ താരമായിരുന്ന അദ്ദേഹം 100ലേറെ മലയാള ചിത്രങ്ങളിലും നിരവധി തമിഴ് ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. തൃശൂർ സ്വദേശിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ തുടങ്ങിയ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മുതിർന്ന ബോളിവുഡ് നടനും സംവിധായകനുമായ മനോജ് കുമാർ മുംബൈയിൽ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. പത്മശ്രീ, ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം തുടങ്ങിയ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു.
ദുരന്ത നിവാരണം, പരമ്പരാഗത വൈദ്യശാസ്ത്രം എന്നിവയിലെ ബിംസ്റ്റെക് മികവിന്റെ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളുടെ വികസനത്തിനായുള്ള വൈബ്രന്റ് വില്ലേജസ് പരിപാടിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ലക്നൌവിനെതിരെ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.